ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് പവിത്രം സീസൺ 2ൻ്റെ 8ാമത്തെ എപ്പിസോഡാണ്. 6-7 എപ്പിസോഡുകൾ ഞാൻ കുറച്ച് മണിക്കൂറുകൾക്ക് മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാൻ താല്പര്യമുള്ളവർക്ക് ആ വീഡിയോ കയറി കാണാവുന്നതാണ്. ശരിക്കും സിനിമയെ വെല്ലുന്ന രീതിയിലാണ് ഓരോ എപ്പിസോഡും കടന്നു പോകുന്നത്. സത്യം പറഞ്ഞാൽ ഒരു വിങ്ങലോടെ അല്ലാതെ ഈ ഒരാഴ്ചയിലെ എപ്പിസോഡുകളൊന്നും നമുക്ക് കണ്ടു നിൽക്കാൻ പറ്റില്ല. അങ്ങനെ മാഷടുത്തേക്ക് ജയിൽ സൂപ്രണ്ട് ആൻഡ്രോസ് കടന്നു വരികയാണ്. എന്നിട്ട് മാഷോട് കാര്യങ്ങളൊക്കെ തിരക്കാണ്. ഞാൻ ഫോൺ ഓഫായിപ്പോയി, ഇവിടെ എത്തി ഫോൺ നോക്കിയ സമയത്താണ് ശങ്കരനാരായണ സാറുടെ ഒരുപാട് മിസ് കോൾ കണ്ടത്. അപ്പോഴാണ് ഇവിടെ വിക്രമിൻ്റെ അമ്മ ഇവിടെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണെന്നുള്ള കാര്യം അറിഞ്ഞത്. 2 ദിവസമായിട്ട് വിക്രം അമ്മയെ ഇങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അമ്മയെക്കുറിച്ച് മാത്രമേ വിക്രത്തിന് സംസാരിക്കാനുള്ളൂ. ഞാൻ എന്തായാലും ഉടനെ വിക്രത്തിനെ എത്തിക്കാനുള്ള എല്ലാ നടപടിക്രമങ്ങളും ചെയ്യാം. അന്നേരം മാഷ് എന്തെങ്കിലും ഉടനെ തന്നെ ചെയ്യണം സാറേ, അവസാനമായിട്ട് ജീവനോടെ ഒന്ന് കണ്ടിട്ട് പോയിക്കോട്ടെ എന്ന് പറയുമ്പോൾ ഉറപ്പായിട്ടും ഞാൻ ഉടനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാമെന്ന് പറയാം. ആ സമയത്ത് തന്നെയാണ് കേട്ടോ പെട്ടെന്ന് കമലാമ്മയ്ക്ക് ഫിറ്റ്സ് വന്ന് പെട്ടെന്ന് അസുഖം കൂടുന്നത്. പെട്ടെന്ന് തന്നെ ഡോക്ടറൊക്കെ അവിടെ എത്തുന്നുണ്ട്. പക്ഷേ കമലാമ്മയുടെ ജീവൻ രക്ഷിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ ഡോക്ടർ പുറത്തേക്ക് വരുമ്പോൾ മാഷും സാറും ഇങ്ങനെ വരികയായിരിക്കും. എന്നിട്ട് ഡോക്ടർ പറയും, എനിക്ക് രക്ഷിക്കാൻ പറ്റിയില്ല, സോറി, ഇങ്ങനെ ഫിറ്റ്സ് വന്നതിൻ്റെ കൂട്ടത്തിൽ കാർഡിയാക് അറസ്റ്റ് ആണ് വന്നത്, അതുകൊണ്ട് തന്നെ എനിക്ക് രക്ഷിക്കാൻ പറ്റില്ല എന്നൊക്കെ പറയാണ് ഡോക്ടർ. അങ്ങനെ മാഷ് ആ സാറെടുത്ത് ചോദിക്കുന്നുണ്ട്, ഇനിയിപ്പോൾ അവന് പ്രത്യേകിച്ച് തടസ്സങ്ങളൊന്നും ഇല്ലല്ലോ അല്ലേ, ഇന്ന് തന്നെ വരാൻ പറ്റുമല്ലോ സാറേ എന്ന് പറയുമ്പോൾ ആ സാറ് പെട്ടെന്ന് വിഷമത്തിൽ എന്ത് പറയണമെന്നറിയാതെ ഒന്നും മിണ്ടാതെ ഇങ്ങനെ നിൽക്കുകയാണ്. ആ സമയം വിനായകനും വിശ്വനും ഇങ്ങനെ പരസ്പരം കെട്ടിപ്പിടിച്ചിട്ട് നമ്മുടെ അമ്മ പോയി എന്ന് പറഞ്ഞ് അവരും ഉറക്കെ കരയാണ്. മാഷാണെങ്കിലോ കരച്ചിലൊന്നും ഇല്ലാതെ പെട്ടെന്ന് ഇങ്ങനെ തരിച്ച് നിൽക്കുകയാണ്. എന്ത് ചെയ്യണമെന്നറിയാതെ ആകെ ഒരു മരവിപ്പിലാണ് മാഷിരിക്കുന്നത്. അങ്ങനെ അവിടേക്ക് വിശ്വം വന്നിട്ട് അച്ഛാന്നും വിളിച്ച് അച്ഛനെ കെട്ടിപ്പിടിച്ച് വിശ്വവും കരയുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് ലേബർ റൂമിൽ വേദ ഇങ്ങനെ പ്രസവവേദന എടുത്ത് ഉറക്കെ കരയാണ്. അന്നേരം അരുണ സിസ്റ്ററോട് വേദ പറയുന്നുണ്ട്, ഒന്ന് അമ്മയെ വിളിക്കുമോ, എനിക്ക് അമ്മയെ കാണണം എന്ന് പറഞ്ഞിട്ട് ആ സിസ്റ്റർ തരുണിൻ്റെ അമ്മേൻ്റെ അടുത്തേക്ക് വരികയാണ്. സിസ്റ്റർ വന്നിട്ട് അമ്മയോട് പറയും വേദ അന്വേഷിക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ ആ അമ്മ വേഗം വേദയുടെ അടുത്തേക്ക് വന്നിട്ട് ചോദിക്കും, എന്താ മോളെ ഒന്നുമില്ല, വിഷമിക്കേണ്ട എന്നൊക്കെ പറഞ്ഞ് വേദയെ ഇങ്ങനെ ആശ്വസിപ്പിക്കുകയാണ്. സ്വന്തം മോളെ പോലെയാണ് കേട്ടോ ആ അമ്മ ആ ഒരു സമയത്ത് കാണുന്നത്. ഇങ്ങനെ അവളുടെ നെറുകയിൽ ഉമ്മ വയ്ക്കുകയും അവളെ ആശ്വസിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ആ സമയത്ത് വേദയുടെ പ്രസവവും നടക്കുന്നുണ്ട്. ആ അമ്മയാണെങ്കിലോ വല്ലാത്തൊരു മാനസികാവസ്ഥയിലാണ്. ഒരു വശത്ത് വേദ പ്രസവിച്ചതിൻ്റെ സന്തോഷം അവിടെ ഉണ്ടെങ്കിലും മറുവശത്ത് സ്വന്തം മരുമകൾ മരിച്ചു കിടക്കുന്ന ആ 2 ഇതും ഫേസ് ചെയ്യേണ്ട ഒരു മാനസികാവസ്ഥയിലാണ് ആ അമ്മയ്ക്ക്. ആ ഒരു സമയത്താണെങ്കിലോ വിക്രം ഇവിടെ ബോധമില്ലാണ്ട് ഇങ്ങനെ കിടക്കുന്ന സമയത്ത് വിക്രത്തിൻ്റെ നെറുകയിൽ ഒരു പെൺകുഞ്ഞ് ഇങ്ങനെ തലോടുന്നതായിട്ട് വിക്രത്തിന് തോന്നുകയാണ്. ആ ഒരു സമയത്ത് തന്നെയാണ് വേദയുടെ പ്രസവം നടക്കുന്നത്. അങ്ങനെ വിക്രം അവിടേക്ക് വിക്രത്തിൻ്റെ അടുത്തേക്ക് നമ്മുടെ രാഘവേട്ടൻ ഓടി വരികയാണ്. എന്താ വിക്രത്തിന് പറ്റിയ, എല്ലാവരും നോക്കി നിൽക്കാതെ ഒന്ന് പിടിക്കടാന്നും പറഞ്ഞിട്ട് പിന്നെ എല്ലാവരും കൂടെ വിക്രത്തെ എടുത്തുകൊണ്ട് കൊണ്ടുപോവുകയാണ് അവിടെ നിന്ന്. പിന്നീട് കാണിക്കുന്നത് തരുണൻ്റെ അമ്മ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്ന സമയത്തായിരിക്കും അരുണ സിസ്റ്റർ വന്നിട്ട് വേദയുടെ കുഞ്ഞിനെ ഏൽപ്പിക്കുന്നത്. അങ്ങനെ ആ അമ്മ രാധികയുടെ ഡെഡ് ബോഡിയുടെ അടുത്തു കൂടെ തന്നെ ആയിരിക്കും കുഞ്ഞിനെയും കൊണ്ട് വേദയുടെ അടുത്തേക്ക് പോകുന്നത്. ആ അമ്മ ആ ഒരു സമയത്തൊക്കെ വല്ലാത്തൊരു മാനസികാവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത്. വേദയും അതുപോലെ തന്നെ സന്തോഷവും സങ്കടവും ഒന്നിച്ചുള്ള ഒരു അവസ്ഥയിലാണ് കേട്ടോ വേദയും. അന്നേരം വേദയുടെ മനസ്സിലേക്ക് ശ്രീകാന്ത് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഓർമ്മ വരികയാണ് കേട്ടോ. കണ്ടവൻ്റെ കുഞ്ഞിനെ സ്വത്തുക്കൾ അനുഭവിക്കാനൊന്നും ഞാൻ കൊടുക്കില്ല, അവളുടെ എങ്ങനെയെങ്കിലും ഞാൻ വകവരുത്തും, അതുപോലെ ഹോസ്പിറ്റലിലേക്ക് ഗുണ്ടകൾ വന്ന് അന്വേഷിച്ചതും ഈ കാര്യങ്ങളൊക്കെ അവളുടെ മനസ്സിലേക്ക് ഇങ്ങനെ കടന്നു വരികയാണ്. അങ്ങനെ ആ അമ്മ കുഞ്ഞിനെ ഏൽപ്പിച്ച് തിരികെ നടക്കുമ്പോൾ വേദ അമ്മയുടെ കൈ പിടിച്ചിട്ട് പറഞ്ഞു, അമ്മയുടെ ഒരു സഹായം എനിക്ക് വേണം, അമ്മ എന്നെ സഹായിച്ചേ പറ്റൂ, ആ ഗുണ്ടകൾ ഇവിടെ ഇങ്ങനെ കറങ്ങി നടക്കുന്നുണ്ട്, അവരെന്തായാലും എൻ്റെ കുഞ്ഞിനെ ഇല്ലാതാക്കും, അപ്പോൾ അമ്മയുടെ ഒരു സഹായം എനിക്ക് വേണമെന്ന് പറഞ്ഞ് അമ്മയോട് ഇങ്ങനെ യാചിക്കുകയാണ്. ഈ കുഞ്ഞ് തരുണിൻ്റെ കുഞ്ഞാണെന്ന് പറയാണ് കേട്ടോ. അപ്പോൾ അമ്മ പറയും, ഞാൻ എങ്ങനെ അവൻ്റെ അടുത്ത് ഈ സത്യം പറയും മോളെ, അവൻ എങ്ങനെ ഇത് താങ്ങും, രാധികയുടെ ഈ ഒരു അവസ്ഥയിൽ തന്നെ അവനാകെ തകർന്നിരിക്കുകയാണ്. അന്നേരം വേദ പറയും, ഈ ഒരു കുഞ്ഞിൻ്റെ ജീവൻ രക്ഷിക്കാൻ എനിക്ക് വേറെ വഴിയൊന്നും ഇല്ല അമ്മയല്ലാതെ വേറെ ആരും എനിക്ക് സഹായത്തിനും ഇല്ല, കുറച്ച് ദിവസത്തേക്ക് മാത്രം നമ്മളൊരു കളവ് പറയുന്നു. അപ്പോൾ അമ്മ ചോദിക്കും, പിന്നീട് അവനിതറിയുമ്പോൾ അവനിപ്പോൾ ആകെ തകർന്നു പോവില്ലേ, അപ്പോൾ നമ്മളെന്ത് ചെയ്യും, അപ്പോൾ നമുക്ക് സത്യങ്ങളൊക്കെ പറഞ്ഞ് ബോധ്യപ്പെടുത്താം എന്നൊക്കെ പറഞ്ഞ് ആ അമ്മയോട് സഹായം യാചിക്കുകയാണ് വേദ.
അതേസമയം പുറത്ത് ഹോസ്പിറ്റലിൽ ഇങ്ങനെ ഗുണ്ടകൾ വേദയെ അന്വേഷിക്കുകയാണ് കേട്ടോ. അപ്പോൾ അയാൾ വന്നിട്ട് പറയും, നിങ്ങൾ പറഞ്ഞതുപോലെ ഒരു സ്ത്രീ ഇവിടെ ഉണ്ട്, പക്ഷേ അവരുടെ പേര് വേദ എന്നല്ല, നിങ്ങൾ ഫോട്ടോ കാണിച്ച പോലെയുള്ളൊരു ആൾ തന്നെയാണ്, ഇവിടെ പലരും കണ്ടിട്ടുണ്ട്. ഇപ്പോൾ എവിടെയാണ് ആളെന്ന് ചോദിക്കുമ്പോൾ ലേബർ റൂമിലാണെന്ന് പറയും. അപ്പോൾ ആ ഗുണ്ടകൾ ചോദിക്കുകയാണെ നമുക്ക് കയറി കണ്ടൂടെ എന്ന് ചോദിക്കുമ്പോൾ ഇയാൾ പറയും, എന്ത് മണ്ടത്തരാണ് നിങ്ങൾ ഈ പറയുന്നത്, ഇവിടെ ആകെ കുറച്ച് മലയാളികളേ ഉള്ളൂ, ഇവിടെ മലയാളികൾക്ക് എന്ത് പ്രശ്നം വന്നാലും ആദ്യം ഞങ്ങളെയൊക്കെ ആയിരിക്കും പിടിക്കുക, അതുകൊണ്ട് അത് റിസ്ക്കാണ് എന്നൊക്കെ പറയും. ആ ഒരു സമയത്താണ് കേട്ടോ തരുൺ അവിടേക്ക് വരുന്നത്. ഈ പോലീസ് യൂണിഫോമിലാണ് വരുന്നത്. അങ്ങനെ തരുണിനെ കണ്ടിട്ട് ഗുണ്ടകൾ വേഗം ദബാങ്ക് വരുന്നുണ്ട് എന്ന് പറഞ്ഞ് അവിടുന്ന് രക്ഷപ്പെടുകയാണ്. അങ്ങനെ ലേബർ റൂമിൻ്റെ മുന്നിലെത്തിയ തരുണ് ഡോക്ടറെ കാണുമ്പോൾ നല്ല ഹാപ്പിയിലാണ്. രാധിക മരിച്ച വിവരങ്ങളൊന്നും തരുൺ അറിഞ്ഞിട്ടില്ല. എന്നിട്ട് ഡോക്ടറുടെ അടുത്ത് ചോദിക്കും, ഡോക്ടറെ ഡെലിവറി കഴിഞ്ഞോ, എന്തായി, കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് ചോദിക്കുകയാണ്. പക്ഷേ ഡോക്ടർ ലേബർ റൂമിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ഒരു ഡെഡ് ബോഡി ആയിട്ടായിരിക്കും കൂടെയുള്ളവർ വരിക. പക്ഷെ അത് സ്വന്തം ഭാര്യയാണെന്ന് അരുണ് ആ സമയത്ത് അറിയുന്നില്ലായിരുന്നു. അങ്ങനെ ഡോക്ടർ മുഖം ഇങ്ങനെ തുണി മാറ്റി പൊന്തിച്ച് നോക്കുന്ന സമയത്താണ് അത് രാധികയാണെന്ന് തരുൺ അറിയുന്നത്. അന്നേരം തരുൺ ആകെ തകർന്നു പോവാണ്. മോളെ രാധികയെന്ന് വിളിച്ചിട്ട് ഉറക്കെ കരയാണ് തരുണ്. അത് കണ്ടിട്ടാണെങ്കിലോ തരുണിൻ്റെ അമ്മയ്ക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല, അവരും വിങ്ങിപ്പൊട്ടുകയാണ്. പിന്നീട് കാണിക്കുന്നത് വിക്രത്തിൻ്റെ ജയിലിലേക്ക് ആൻഡ്രൂസ് പോലീസുകാരൻ വരികയാണ് കേട്ടോ. അയാളെ കാണുമ്പോൾ വിക്രം നല്ല സന്തോഷത്തിൽ എഴുന്നേൽക്കുകയാണ്. എന്നിട്ട് അമ്മയുടെ വിവരങ്ങൾ വല്ലതും അറിഞ്ഞോ എന്നുള്ള ആകാംക്ഷയായിരുന്നു വിക്രത്തിന്. അങ്ങനെ പോലീസുകാരൻ പറയും, ഇനിയിപ്പോൾ വിക്രത്തിന് ഇന്ന് തന്നെ വീട്ടിലേക്ക് പോകാം, പ്രത്യേകിച്ച് പേപ്പേഴ്സൊന്നും ശരിയാക്കാനില്ല, അവിടെ വീട്ടിൽ ചടങ്ങുകളൊക്കെ തുടങ്ങുമ്പോഴേക്കും നമുക്ക് അവിടെ എത്തണം. അപ്പോൾ വിക്രം ചോദിക്കും, ചടങ്ങുകളോ അങ്ങനെ ചോദിക്കുകയാണേ. അന്നേരം ആ സാറ് പറയും, എനിക്ക് പറയുന്നതിൽ വിഷമമുണ്ട്, പക്ഷേ വിക്രത്തിൻ്റെ അമ്മ ഇനിയില്ല, അമ്മ നിന്നെ വിട്ടു പോയി എന്നൊക്കെ പറയാണ് കേട്ടോ. അത് കേൾക്കുമ്പോൾ വിക്രം ആകെ തകർന്നു പോവാണ്. അവിടെ ഇരുന്നിട്ട് പൊട്ടിക്കറിയാണ് കേട്ടോ വിക്രം. രാഘവേട്ടനും തന്നെ എന്തു പറയണോ, എങ്ങനെ ആശ്വസിപ്പിക്കണം എന്നറിയാതെ വിക്രത്തിനെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. തരുണിങ്ങനെ വിഷമിച്ചിരിക്കുന്ന സമയത്ത് അമ്മ വന്നിട്ട് വേദയുടെ കുഞ്ഞിനെ തരുണിൻ്റെ മടിയിൽ വെച്ച് കൊടുക്കുകയാണ്. ഇതാ നിൻ്റെ കുഞ്ഞ് രാധികയുടെ കുഞ്ഞാണെന്ന് പറഞ്ഞിട്ട് ആ കുഞ്ഞിനെ കൊടുക്കുകയാണ്. ആ കുഞ്ഞിനെ തരുണ് വാങ്ങിയിട്ട് ആകെ ഇങ്ങനെ പൊട്ടിക്കറിയാണ് കേട്ടോ തരുണ്. ആ അമ്മയ്ക്കാണെങ്കിലും ആ സമയത്ത് എന്ത് ചെയ്യണമെന്ന് എന്ത് പറയണമെന്ന് അറിയണില്ല. കാരണം മറ്റൊരാളുടെ കുഞ്ഞിനെ ഏൽപ്പിച്ചിട്ടാണ് ഈ ഒരു സമയത്ത് സ്വന്തം മകനോട് ഈ ഒരു കളവ് പറയുന്നത്. എല്ലാം കൂടെ ആലോചിച്ചിട്ട് ആ അമ്മ ആകെ തകർന്നു പോവാണ്. അങ്ങനെ കുഞ്ഞിനെ കൈ പിടിച്ച് കരയുന്ന തരുണിനോട് ഡോക്ടർ പറയും, കുഞ്ഞിനെ തൽക്കാലം റൂമിൽ കൊണ്ടുപോയി കിടത്താമെന്ന് പറയുമ്പോൾ പറയും, വേണ്ട ഡോക്ടറെ, അവൻ്റെ അമ്മയ്ക്ക് ഇവൾ തന്നെ ചിത കൊടുത്തിട്ടെ, കാരണം എൻ്റെ അച്ഛന് പ്രസവിച്ച സമയത്ത് ഞാനാണ് അച്ഛന് ചിത കൊടുത്തത്, അതുപോലെ തന്നെ അതേ വിധി തന്നെ ഇവൾക്കും വന്നു എന്നൊക്കെ പറയാണ്. അവരുടെ അവസ്ഥ കണ്ടിട്ട് ഡോക്ടർക്കും അരുണ സിസ്റ്റർക്കും ഒക്കെ നല്ല വിഷമം വരികയാണ്. അവരും കൂടെ ഇരുന്ന് കരയുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് കമലാമ്മയുടെ ബോഡി അവിടെ കിടത്തിയിട്ടുണ്ട്. ശ്രീജയും മോളും അതുപോലെ നന്ദിനിയൊക്കെ ചുറ്റിലും ഇരുന്നിട്ട് കരയുന്നുണ്ട്. കുറേ ആളുകൾ കമലാമ്മയെ അവസാനമായിട്ട് കാണാൻ വേണ്ടിയിട്ട് വന്നു പോകുന്ന കാഴ്ചയൊക്കെ നമുക്ക് കാണാം. ആ ഒരു സമയത്ത് വിക്രത്തിനെ പോലീസ് കൊണ്ടുവരുന്നുണ്ട്. വിക്രമാണെങ്കിലോ ഇങ്ങനെ ആകെ തകർന്ന് ആണ് വണ്ടിയിൽ നിന്ന് ഇറങ്ങുന്നത്. അങ്ങനെ വിശ്വേട്ടനെ കണ്ടിട്ട് വിശ്വേട്ടനെ കെട്ടിപ്പിടിക്കുകയാണ്. പക്ഷേ കയ്യിൽ വിലങ്ങുള്ളത് കൊണ്ട് തന്നെ വിശ്വേട്ടനെ ആ കാഴ്ചയും കണ്ടു നിൽക്കാൻ പറ്റുന്നില്ല. എന്നിട്ട് പോലീസുകാരുടെ അടുത്ത് ചോദിക്കും, സാറേ ഇനിയെങ്കിലും ഈ വിലങ്ങൊന്ന് അയച്ചുകൂടെ എന്ന്. അവിടെ ആണെങ്കിലോ ജോസഫും രാജേട്ടനും ഒക്കെ വന്നിട്ടുണ്ട്. വിക്രത്തിനെ കണ്ടിട്ട് അവർക്കൊക്കെ എന്ത് പറയണം, എങ്ങനെ ആശ്വസിപ്പിക്കണമെന്ന് അറിയുന്നില്ല. അങ്ങനെ വിക്രം അമ്മയുടെ അടുത്തേക്ക് പോകാൻ നിൽക്കുന്ന ആ ഒരു സീനോട് കൂടിയിട്ടാണ് കേട്ടോ ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. വരുന്ന എപ്പിസോഡുകൾ ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കാം. വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തുടർന്നുള്ള വീഡിയോയും കാണാൻ മറക്കരുതേ.